പറയുന്ന ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത ഷഹബാസ് എന്തിനാണ് ഈ ഭാഗത്തേക്ക് വന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗത്ത് നിന്നുള്ള വാദം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നെന്തായാലും വിധി ഒരു 11:15 കൂടി തന്നെ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത്. ജിൽസി, കണ്ടില്ലേ, നല്ല പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇവന്മാർക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇവന്മാർ ഈ രീതിയിലുള്ള കരുക്കൾ നീക്കുന്നത്. ഷഹബാസ് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, പിന്നെ എന്തിനാണ് ഷഹബാസ് അവിടേക്ക് വന്നത്? അതുകൊണ്ടല്ലേ കൊല്ലേണ്ടി വന്നത്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം നല്ലതാണ്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ നല്ല ആളുകളാണ്, ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊലപാതകം ചെയ്താലും ഞങ്ങൾക്ക് പുറത്തിറങ്ങാം. ജുവനൈൽ ഹോമിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു 30 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാം, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ആരാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? കൊലപാതകം ആര് ചെയ്താലും ആ കൊലപാതകികൾക്ക് തൂക്കുകയർ എന്നൊരു ശിക്ഷ, അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷ ഇല്ല എന്നുള്ളൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവന്മാരോ ഇവന്മാരുടെ തന്തയോ ആരും ഈ പിറപ്പുകേണ്ട മുന്നിൽ നിൽക്കത്തില്ല. മക്കളെ വിട്ട് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയിട്ട് മക്കൾക്ക് പൂർണ്ണ പിന്തുണ പിന്നിൽ നിന്ന് കൊടുക്കുന്ന ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ ഒരു കുടുംബം, എന്തൊരു കുടുംബമാണല്ലേ. അവരുടെ കുടുംബ മഹിമയാണ് ഈ പറയുന്ന മക്കൾ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ലതായിട്ട് പഠിക്കുന്ന